മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ PV അൻവർ CPM-ന് നൽകിയ പരാതി പുറത്ത്. വൻ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിന്റെ ഇടനിലക്കാരനാണ് പി ശശിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തുന്ന സ്ത്രീകളെ പി ശശി ശല്യപ്പെടുത്തുകയാണെന്നും അൻവറിന്റെ പരാതിയിലുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസമായിരുന്നു പി ശശിയുടെ പ്രതികരണത്തിൽ കണ്ടത്. പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് 13 പേജുള്ള പരാതിയിൽ PV അൻവർ അക്കമിട്ട് നിരത്തുന്നത്. സ്വർണ്ണക്കടത്തിന്റെ പങ്കുപറ്റുന്നു, കച്ചവടക്കാർക്കിടയിലെ സാമ്പത്തിക തർക്കത്തിലിടപെട്ട് പണം കൈപ്പറ്റി, കമ്മീഷൻ വാങ്ങി കേസുകൾ ഒത്തുതീർപ്പാക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ വാങ്ങി ശൃംഗാരഭാവത്തിൽ ഇടപെടുന്നു, ഇങ്ങനെ പോകുന്നു പരാതി. എന്നാൽ ആരോപണങ്ങളെക്കുറിച്ചുള്ള മറുപടിയിൽ പി ശശിക്ക് തികഞ്ഞ ആത്മവിശ്വാസം. ഗുരുതരമായാലും പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. പോരെ പ്ലാൻ ചെയ്യുന്നതിന് കാരണം ശശികണ്ഠനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി പറയുന്ന ഗൂഢാലോചന ഉണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ശശികണ്ഠനെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ? പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ശശിക്കെതിരെ P ജയരാജൻ നേരത്തെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് സമാനമായ പരാമർശങ്ങൾ അൻവറിന്റെ കത്തിലുമുണ്ടെന്നത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയം. പരാതികളിലെല്ലാം പരിശോധന ഉണ്ടാകുമെന്ന് നേരത്തെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അൻവർ പോരിൽ അടിപതറില്ലെന്ന സന്ദേശം നൽകുന്നതായി ശശിയുടെ വിശദീകരണം. സംഘടനാ വഴിയിൽ വീണ്ടും ഒരു തിരിച്ചിറക്കത്തിന് സാധ്യത ശശി തള്ളുന്നു. അൻവറിനും പോരിന് പിന്നണിയിൽ പിന്തുണ നൽകിയവർക്കും ശശിയുടെ ചെക്ക്. സമ്മേളനങ്ങളിൽ അപ്രതീക്ഷിത കരുനീക്കം ഉണ്ടാകുമോ എന്നത് അവശേഷിക്കുന്ന സസ്പെൻസ്. 24 കണ്ണൂർ.